നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻ പൊരിച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു മീൻ പൊരിച്ചതുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും നല്ല രുചികരമായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ മീൻ പൊരിച്ചത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മസാല മീൻ പൊരിച്ചതിന് വേണ്ടി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരൽപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 10-12 ചുവന്നുള്ളി, എരിക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഒരൽപ്പം ഉലുവാപ്പൊടി, പിന്നെ ഞാനൊരൽപ്പം നാരങ്ങ നീരൂടി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു. ഞാനൊരു നാരങ്ങ ഫുൾ പിഴിഞ്ഞു, കാരണം വലിയ നീരുള്ള നാരങ്ങ അല്ലായിരുന്നു. നമുക്കൊരു പുളിക്ക് ഏകദേശം ആവശ്യം വരുന്ന അത്രയും നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മൾ അരപ്പിലെ ഒരു പകുതി ഒരു ബൗളിലേക്ക് ആ മീനിൽ പുരട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിടുക. ബാക്കി അതേപോലെ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഇപ്പൊ നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കുറഞ്ഞ 5 മിനിറ്റ്, കൂടുതൽ എത്ര സമയം വേണേലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ഇതിന്റെ ഇത്രയൊരു മിക്സ്ചർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരുന്ന മീൻ കഷ്ണം എല്ലാം നിരത്തി നന്നായിട്ട് എല്ലാ സൈഡും വറുത്ത് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ എല്ലാ സൈഡുകളും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മൊരിഞ്ഞ മീനുകളെല്ലാം ഒരു പാനിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന മസാല ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ചെറുതീയിലിട്ട് നന്നായി ഇളക്കി വഴറ്റി വേണം എടുക്കാൻ. തീ കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്ന് വഴറ്റി എടുക്കണം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ നിറമൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മൾ നീക്കി വെച്ചിരുന്ന മീൻ കഷ്ണം കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അങ്ങനെ നന്നായി പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് റെഡിയായി കഴിയും. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.